Huawei Freebuds SE സീരീസിലെ ആദ്യത്തെ ഇയർബഡ്സ് ആണ് വിത്ത് ANC അഥവാ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്ന Huawei Freebuds SE4. ഇത് ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ലോങ് ടേം യൂസർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീബഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിവ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ഇയർബഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്, ഇതുകൂടാതെ വൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കേസും അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സിലൊക്കെ ഞാൻ ഒരു ഡിസൈനിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഈ ഒരു കേസിലും അതുപോലെ തന്നെ ഇയർബഡ്സിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം സ്ലിപ്പറിയാണ്. നമ്മൾ നേരാവണ്ണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മിനിമൽ ഡിസൈനാണ്, അതായത് ഭയങ്കര സൈസും ഇല്ല ഭയങ്കര സ്മോൾ അല്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് കംഫർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇയർബഡ്സിൻ്റെ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ആ ഒരു ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ റണ്ണിങ്ങിലാണെങ്കിലും ഷേക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇത് താഴെ വീഴുക എന്നുള്ള രീതിയിലുള്ള ഫീലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കംഫർട്ട് എന്നുള്ള രീതിയിൽ തന്നെ എനിക്കിത് ഈ ഒരു ഇയർബഡ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 4.3 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് ചെവിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിയർത്താലും കാര്യങ്ങളൊന്നും ഈ ഒരു ഇയർബഡ്സിന് വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നോ വരുന്നതല്ല. ഈ ഒരു ഫ്രീബഡ്സ് SE4ൻ്റെ മ്യൂസിക് പ്ലേബാക്ക് ടൈം എന്ന് പറയുന്നത് വിത്ത് കേസ് ആണെങ്കിൽ നമുക്ക് വിത്തൗട്ട് ANC അപ് ടു 50 hours നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇനി വിത്ത് ANC ആണെങ്കിൽ കൂടിയും അപ് ടു 35 hours ലഭിക്കും. ഇനി സിംഗിൾ ചാർജിലാണെങ്കിൽ കൂടിയും വിത്തൗട്ട് ANC 10 മണിക്കൂറും വിത്ത് ANC ആണെങ്കിൽ 7 മണിക്കൂറും. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രീബഡ്സ് SE4ൽ ലഭിക്കുന്നത്. ഇനി ഇത്രയും കാലം ഫ്രീബഡ്സ് SE സീരീസിൽ ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോളിംഗ് ടൈമിലുള്ള ആ ഒരു ക്വാളിറ്റി അത്യാവശ്യം മികച്ചതാണെന്ന്. എന്നാൽ മ്യൂസിക്കൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡീസൻ്റ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഫീലിംഗ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു SE4ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോളിങ്ങിൻ്റെ കാര്യമാണെങ്കിലും മ്യൂസിക്കിൻ്റെ കാര്യമാണെങ്കിലും സൂപ്പർബായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൽ 3 മൈക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോളിംഗ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കോളിംഗ് നോയ്സ് ക്യാൻസലേഷനൊക്കെ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർബായിട്ടുള്ള കോളിംഗ് ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ നല്ല കിഡിലനായിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേസും ട്രബിളും കാര്യങ്ങളൊക്കെ ഒരു കിഡിലനായിട്ടുള്ള മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എനിക്കിതിൽ പേഴ്സണലി ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ Huawei AA ലൈഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പിൾ യൂസർ ആണെങ്കിൽ ഡയറക്റ്റ് ആപ്പ് സ്റ്റോറിൽ ലഭിക്കും. അതല്ല ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹുവാവിയുടെ സൈറ്റിൽ നിന്നും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇതിൽ നമുക്ക് 4ഓളം സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന എക്വലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കിഡിലനായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്വലൈസറും കാര്യം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂസിക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ജസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഇയർബഡ്സിലും പോലെ തന്നെ ഡബിൾ ടാപ്പും അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പും ലോങ് പ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ആകുന്നതാണ്. അത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാലം ഈ പറഞ്ഞിട്ടുള്ള SE സീരീസിൽ നമ്മൾ മ്യൂസിക്കിന് വലിയ ഇമ്പോർട്ടൻറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ 3 നോയ്സ് കൺട്രോൾ മോഡാണ് വരുന്നത്. ഒന്നാമത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഡിസേബിൾ ചെയ്യുക. മൂന്നാമത്തത് അവയർനെസ് മോഡാണ്. ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ഇയർബഡ്സ് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു 3 മോഡിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പോരായ്മകളാണ് എനിക്ക് ഈ ഒരു ഫ്രീബഡ്സ് SE4ൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, ഇൻ ഇയർ ഡിറ്റക്ഷൻ ഇതിൽ സപ്പോർട്ട് അല്ല എന്നതും അതുപോലെ തന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇതിൽ സപ്പോർട്ട് അല്ല എന്ന കാര്യവും. എനിവേ ഫ്രീബഡ്സ് SE4ൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 199 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 4800 രൂപ. ഇനി ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഇത്രയും കാലം ഇറങ്ങിയിട്ടുള്ള SE സീരീസിലെ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണെങ്കിലും ഇതിൻ്റെ ബാറ്ററി ലൈഫ് അതുപോലെ തന്നെ Huawei എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർബായിട്ടുള്ള ഇയർബഡ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ
ഹുവാവിയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അത്യാവശ്യം കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇയർബഡ്സ് ആണ് നിങ്ങൾ തേടുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഫ്രീബഡ്സ് SE4 എന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ട് ആണോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീബഡ്സ് SE4 യൂസർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആകുന്നതാണ് എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.